ആദിവാസി മേഖലയിലെ വികസനത്തിന് കിഫ്ബി വഴി നിരവധി പദ്ധതികളാണ് നടപ്പാക്കിയത്. നെട്ടറ പാലം ഒരു ഉദാഹരണമാണ്. സ്കൂളുകളുടെയും റോഡുകളുടെയും വികസനത്തിന് കിഫ്ബി സഹായകരമായെന്ന് മന്ത്രി OR കേളു പറയും. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കിഫ്ബിൻ്റെ 24 കോടി രൂപ ഉപയോഗിച്ചാണ് അവിടെ ഒരു പാലം നിർമ്മിച്ചതിൻ്റെ ഉദ്ഘാടനം നിർമ്മിച്ചിട്ടുള്ളത്. ആറളം ഫാമിൽ അവിടെ 28 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് അവിടെ അതിമനോഹരമായിട്ടുള്ള MRS ഹോസ്റ്റലിൽ അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. മാനന്തവാടി മണ്ഡലത്തിലെ നെട്ടറ പാലമാണ്. 10 കോടിയാണ് നമ്മൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതും പിന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് വരുന്നതിന് 12 കോടി രൂപയോളം നമുക്കായി. മാനന്തവാടി മണ്ഡലത്തിലെ 5 പ്രധാനപ്പെട്ട സ്കൂളുകൾ 3.64 കോടി രൂപയാണ് നമ്മൾ കിഫ്ബി പദ്ധതി മുഖാന്തരം നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. അതേപോലെ തന്നെ മാനന്തവാടി മണ്ഡലത്തിലെ 10ഓളം വരുന്ന UP LP സ്കൂളുകൾ, അത് പ്രകാരം നമ്മൾ ഒരു സ്കൂളിന് 1 കോടി പ്രകാരം 10 കോടി രൂപ നമ്മൾ അങ്ങനെയുള്ള സ്കൂളിൽ നമ്മൾ ഫണ്ട് ചെലവഴിച്ച് ആവശ്യമായിട്ടുള്ള കെട്ടിടം നിർമ്മിച്ച് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. മാനന്തവാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതൊരു പൈലറ്റ് വർക്കായിട്ട് കിഫ്ബിയിലെടുത്തതാണ്. ആ സ്കൂളിന് മാത്രമായിട്ട് നമ്മൾ 5 കോടി രൂപ അനുവദിക്കുകയും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം നമ്മൾ നിർമ്മിച്ച് ഗവൺമെൻറ് കോളേജ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മാണം, സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണം, അതിന് 5 കോടി രൂപയാണ് നമ്മൾ കിഫ്ബി പദ്ധതിയിൽ നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്. പിന്നെ മാനന്തവാടി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലയോര ഹൈവേ 120 കോടി രൂപയോളം നമ്മൾ കിഫ്ബി പദ്ധതിയിൽ നമ്മൾ മലയോര ഹൈവേക്ക് വേണ്ടി നമ്മൾ നിർമ്മിച്ച് ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മാനന്തവാടി പോളിടെക്നിക് കെട്ടിടം 8 കോടി രൂപയുടെ അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ച് പിന്നെ മാനന്തവാടി സബ് രജിസ്റ്റർ ഓഫീസ് കെട്ടിടം, പിന്നെ മാനന്തവാടി മുനിസിപ്പാലിറ്റി പരിധിയിലെ കുടിവെള്ളം 11 കോടി രൂപയാണ് നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്.